യുദ്ധത്തിന്റെ 12ാം നാളാകുമ്പോഴേക്കും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ പരസ്പരം അടി തുടങ്ങിയോ എന്നൊരു സംശയം ഉയരുന്ന സാഹചര്യമാണ്. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങളിലും ചില ആക്രമണ ശ്രമങ്ങളിലും അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നും കൃത്യമായിട്ടും അമേരിക്കൻ സൈന്യം തന്നെ സെൻകോം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി എന്നുമുള്ള വാർത്തകൾ വരുന്ന മണിക്കൂറുകളാണ്. ഇന്നലെ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ഇറാൻ അനൗൺസ് ചെയ്തത് 37ാമത് പ്രതികാര തിരമാലയാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 37ാമത് പ്രതികാര തിരമാലയിൽ അക്ഷരാർത്ഥത്തിൽ ടെൽ അവീവിനെയും ഇസ്രയേലിനെയും വിറപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. 3 മണിക്കൂർ നീണ്ടുനിന്ന അതിശക്തമായ ആക്രമണം ഖൊറാംഷർ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതീവ അപകടകാരിയായ ഖൊറാംഷർ 4 കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന് ഇറാൻ മാധ്യമങ്ങൾ മാത്രമല്ല, പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ മാത്രമല്ല, ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. 3 മണിക്ക് ദീപാവലിയായിരുന്നു ടെൽ അവീവിന്റെ ആകാശത്ത് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് 2 മരണം ഇസ്രയേലിൽ സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. നിരവധി പേർക്ക് പരിക്ക്, പ്രത്യേകിച്ചും ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന നിലയിൽ കിലോമീറ്ററുകളിലേക്കാണ് ഓരോ സ്ഫോടക വസ്തുവും, ഓരോ മിസൈലും പേറുന്ന ഈ ക്ലസ്റ്റർ ബോംബുകൾ കിലോമീറ്ററുകൾ 10 കിലോമീറ്ററിലധികമാണ് ആ ഒരു റേഡിയസിലാണ് ഇങ്ങനെ ചിതറിത്തെറിക്കുന്നത്. അങ്ങനെ ഈ 12ാം നാൾ അല്ലെങ്കിൽ 11ാം നാൾ രാത്രിയോടുകൂടി തന്നെ ഇറാൻ ഇസ്രയേലിനെ ചിതറിച്ചു എന്ന നിലയിലുള്ള വാർത്ത പുറത്തു വരുന്നൊരു സാഹചര്യമാണ്. അതേസമയം 2 വാർത്തകൾ ഇന്ന് ഹെഡ്ലൈനായ 2 പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒന്ന്, ഇറാന്റെ നിരവധി 16 കപ്പലുകൾ, അത് മൈൻ ലേയിങ് കപ്പലുകൾ, 16 ഈ മൈനുകളെ വിക്ഷേപിക്കുന്ന, മൈനുകളെ തൊടുക്കുന്ന കപ്പലുകൾ അമേരിക്കൻ സൈന്യം ആക്രമിച്ചു, അമേരിക്കൻ സൈന്യം തകർത്തു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ കട്ടപ്പുറത്തിരുന്ന കപ്പലുകളാണെന്നാണ്. ഒന്നും ആക്റ്റീവായിരുന്നില്ല, ഇനാക്റ്റീവായ കപ്പലുകൾ. അങ്ങനെയുള്ള നിരവധി ഈ കപ്പലുകൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് ഡ്രോണുകളാകട്ടെ മിസൈലുകളാകട്ടെ, അങ്ങനെ ഒത്തിരി ഇറാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കപ്പലുകൾക്കാണ് അമേരിക്കൻ സൈന്യം ആ കപ്പലുകളെയാണ് ആക്രമിച്ചത് എന്നുള്ള നിലയിലുള്ള വിശ്വസനീയമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ആ നിലയ്ക്കുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട ഒരു ഹെഡ്ലൈനായിട്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ നൽകിയത്. അമേരിക്കൻ സൈന്യം ഇറാന്റെ 16 കപ്പലുകൾ തകർത്തു എന്ന വാർത്ത. അപ്പോൾ കപ്പലുകൾ കട്ടപ്പുറത്തിരുന്ന കപ്പലുകളായിരുന്നു എന്ന ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ഹെഡ്ലൈനുകളെ പൊളിക്കുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇറാൻ പറഞ്ഞിരുന്നു തുടങ്ങിയിട്ടില്ല എന്ന്. അബ്ബാസ് അറാഖ്ചി പറയുന്നു ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ് അബ്ബാസ് അറാഖ്ചി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ യുദ്ധത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നിരവധിയായ കള്ളങ്ങൾ നെതന്യാഹുവും ട്രംപും ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. പക്ഷേ ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് യുദ്ധം കഴിയുമ്പോഴെങ്കിലും പുറത്തു വരുമല്ലോ. ഈ മീഡിയ സെൻസർഷിപ്പ് ഒക്കെ എത്ര കാലം നിങ്ങളിങ്ങനെ മീഡിയ സെൻസർഷിപ്പ് കൊണ്ട് ഇസ്രയേലിലുണ്ടായ യഥാർത്ഥ ആഘാതം എന്താണ് എന്നും അവിടുത്തെ ഈ ജനങ്ങൾ എത്ര പേർ മരിച്ചു വീണുവെന്നും എത്ര പേർക്ക് പരിക്കേറ്റു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഏത് നിമിഷവും പുറത്തു വരുമല്ലോ. ഏതായാലും ഞങ്ങൾ ഈ 12ാം നാളിൽ അല്ലെങ്കിൽ 11ാം നാളിലെ രാത്രിയിൽ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, നമ്മൾ തുടങ്ങുന്നു എന്ന നിലയിലാണ് ഇറാന്റെ പ്രതികരണം, അബ്ബാസ് അറാഖ്ചിയുടെ പ്രതികരണം. അതേസമയം അദ്ദേഹം പറയുന്നു ഇത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉള്ള ഈ കള്ളങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വലിയ സുനാമി അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് അബ്ബാസ് അറാഖ്ചി പറയുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലേഷണറി സുനാമി എന്നാണ്, സാമ്പത്തിക തകർച്ചയെന്നാണ് അബ്ബാസ് അറാഖ്ചി ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താവളങ്ങൾ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ആ താവളങ്ങളെ ആക്രമിക്കുമ്പോൾ അവരുടെ സ്റ്റോക്ക് പൈൽസ് തീർക്കുക എന്നുള്ളതായിരുന്നു ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ടാർഗറ്റ് ചെയ്യാനുള്ള അവരുടെ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതാക്കുക, അവരുടെ സ്റ്റോക്ക് പൈൽസ് പരമാവധി അതില്ലാതാക്കുക, അതിന്റെ ശേഷി ഇല്ലാതാക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്താണ്? ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഏതാണ്ട് തീർന്നുവെന്നാണ്. അതായത് പ്രതിരോധം തകർക്കുക എന്നുള്ള ആദ്യത്തെ പടിയായ ഇറാന്റെ ലക്ഷ്യം അതവർ നേടി എന്നുള്ള നിലയിലുള്ള വാർത്ത. അതിനുശേഷമാണ്, അങ്ങനെ പ്രതിരോധ സംവിധാനങ്ങൾ ഏതാണ്ട് തകർത്തു കഴിഞ്ഞ ശേഷമാണ് അവരവരുടെ ഖൈബറും ഖാദറും ഖൊറാംഷറും ഒക്കെ എടുത്തത് എന്ന നിലയിലുള്ള സ്ഥിരീകരണം. ആ നിലയ്ക്കുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ നൽകുന്ന സാഹചര്യമാണ്. അതേസമയം മറ്റ് രാജ്യങ്ങൾ കൂടി സഹകരിക്കണമെന്ന് ട്രംപ് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ട്രംപുമായി സഹകരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ട്രംപ് രോഷാകുലനാണ് എന്നൊരു വാർത്തയും പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ
പറയുന്നുണ്ട്. അതേസമയം ട്രംപും നെതന്യാഹുവും പച്ചക്കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങൾ. ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ല ഇറാനിലെന്നാണ്. ഇറാനിലെല്ലാം തകർന്നു പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് യുദ്ധം ഏത് സമയത്തും തീരും, യുദ്ധം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്നൊക്കെ ട്രംപ് ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ വേറൊന്നുമല്ല, ഇവിടുത്തെ മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ്. അതേസമയം തന്നെ ട്രംപ് പറയുന്ന മറ്റു വലിയ കള്ളങ്ങളുണ്ട്. അതായത് ഒന്ന്, ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പുതിയ നേതാവിനെ, അദ്ദേഹം ലൈറ്റ് വെയിറ്റ് ആയ നേതാവാണ്. അതായത് മുസ്തഫ ഖാംനെയി ലൈറ്റ് വെയിറ്റ് ആയ നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ആക്സിയോസിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇറാനിലെ നേതാക്കൾ ഇങ്ങനെ വല്ലാതെ എന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് ചർച്ച ചെയ്യൂ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ നിരന്തരമായ സമ്മർദ്ദം കാരണം ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു, വേണമെങ്കിൽ ചർച്ചയിലേക്ക് പോകാം, സമാധാന ചർച്ചകൾ അതിലേക്ക് പോകാം, ഞാൻ വല്ലാതെ നിർബന്ധിതനാകുന്നു ഇറാനിലെ നേതാക്കളെ കൊണ്ട് എന്നൊക്കെയാണ് ട്രംപ് ഇങ്ങനെ അടിച്ചുവിടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അലി ലാരിജാനി, ഇറാന്റെ സെക്യൂരിറ്റി ചീഫ്, പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതായത് നിങ്ങൾ ട്രംപെ, നീ സ്വയം ഇല്ലാതാകണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എലിമിനേറ്റ് ചെയ്യുമെന്നുള്ള നിലയിലാണ്, ഇല്ലാതാക്കി കളയും എന്നാണ് ട്രംപിന്റെ എലിമിനേഷൻ സിദ്ധാന്തത്തിന്, ഇറാനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത്. അവിടെയാണ് ട്രംപ് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ ഇവർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള നിലയിൽ. ചില സിനിമകളിലൊക്കെ ഈ ശ്രീനിവാസന്റെയൊക്കെ മുഖഭാവമൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ട്രംപിന്റെ മുഖത്ത് നിഴലിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഏതായാലും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റവും വലിയ അവർ തമ്മിലുള്ള പ്രശ്നം, ആ കലിപ്പെന്ന് പറയുന്നത് ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രയേൽ കയറി അടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ എണ്ണപ്പാടങ്ങൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങളൊക്കെ, അതിനെയൊക്കെ ആക്രമിക്കുമ്പോൾ അത് കൃത്യമായിട്ടും അതിനെതിരായൊരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു. അമേരിക്കൻ സൈന്യം, സെൻകോം തന്നെ കൃത്യമായിട്ടും ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു, അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും, അങ്ങനെയുള്ള നടപടികളുമായി പോകരുത് എന്ന്. അതേസമയം ഇന്ന് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ ഖത്തം അൽ-അൻബിയുടെ സ്പോക്സ് പേഴ്സൺ ഇബ്രാഹിം സുൽഫഗരി പറയുന്നു, മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ വാണിജ്യ കേന്ദ്രങ്ങൾ, അതുപോലെ ബാങ്കുകൾ, ഇതൊക്കെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ഞങ്ങൾക്കിതാ വാതിലുകൾ തുറന്നിട്ട് തന്നിരിക്കുന്നു, കാത്തിരുന്നോളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഒരു ബാങ്ക് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നു. അപ്പോൾ അമേരിക്കയും ഇസ്രയേലും കൂടി അവരുടെ ബാങ്കിങ് അസറ്റുകൾ, ബാങ്ക് അടക്കമുള്ള മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു വാതിൽ ഇറാന് തുറന്നിട്ട് തന്നിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ കണ്ടോളൂ എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇറാൻ വെല്ലുവിളിക്കുന്ന സമയമാണ്. അതുപോലെ ഹോർമൂസിൽ ഈ കപ്പലുകൾ, അമേരിക്കയുടെ നേവി വന്നിട്ട് ഈ കപ്പലുകൾക്കെല്ലാം വലിയ സംരക്ഷണം ഒരുക്കും, എസ്കോട്ട് പോകുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതിന് മറുപടിയായിട്ട് ഇറാൻ പറയുന്നത്, സുൽഫഗരി പറയുന്നത്, അമേരിക്കയിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും കൊണ്ടുപോകില്ല നിങ്ങളെന്നാണ്, ഒരു തുള്ളി എണ്ണ പോലും കൊണ്ടുപോകില്ല എന്നാണ്. അങ്ങനെ ഒരു സംവിധാനം, ആ നിലയ്ക്കാണ് ഞങ്ങൾ ഹോർമൂസ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാതെ ക്രൂഡ് ഓയിൽ ബാരലിന് $200 എന്ന നിലയിലേക്ക് എത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം സൗദി അരാംകോ, ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഈ എണ്ണ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ് അരാംകോ ഈ പ്രതിസന്ധിയെക്കുറിച്ച് വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വിനാശകരമായൊരു പ്രത്യാഘാതം, ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ, ഹോർമൂസ് ഇങ്ങനെ കൂടുതൽ ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ വിനാശകരമായ ഒരു പ്രത്യാഘാതത്തിലേക്ക് ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥ മൊത്തത്തിൽ പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സൗദി അരാംകോ നൽകുന്നു. അതേസമയം ഇന്ന് 4 ആക്രമണങ്ങൾ ഇന്ന് പകൽ ഇസ്രയേലിൽ നടത്തിയെന്നുള്ള വാർത്തയാണ്, ഇറാൻ ഇസ്രയേലിൽ നടത്തിയെന്നുള്ള വാർത്ത. അത് ഇന്നലെ രാത്രിയിൽ നീണ്ടുനിന്ന 3 മണിക്കൂർ ആക്രമണത്തിന് ശേഷം, ആ വലിയ ആക്രമണ തിരമാലയ്ക്ക് ശേഷം ഏതാണ്ട് 9 മണിക്കൂർ നിശബ്ദമായിരുന്നു ഇസ്രയേൽ. അതായത് ഇറാനിൽ നിന്നുള്ള ഒരാക്രമണവും അങ്ങോട്ട് ഉണ്ടായില്ല. 9 മണിക്കൂറിന് ശേഷം പിന്നീട് 4 ആക്രമണങ്ങൾ കൂടി ഇന്ന് പകൽ ഉണ്ടായി എന്നുള്ള വാർത്ത. അതിൽ ഖൊറാംഷർ 4 അടക്കമുള്ള വളരെ അപകടകാരികളായ മിസൈലുകൾ ഉപയോഗിച്ചു. അതുപോലെ ആ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇസ്രയേലിലെ ഹൈല സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ 2ാം തവണയും ആക്രമിച്ചു എന്നവർ പറയുന്നു. അതുപോലെ ബീർ യാക്കൂബ്, വെസ്റ്റ് അൽ ഖുദ്സ്, ഹൈഫ അടക്കമുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ പറയുന്നു. അതുപോലെ UAEയുടെയും ബഹറിന്റെയും താവളങ്ങൾക്ക് നേരെ ഇന്നും, അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണം ഉണ്ടായി എന്നും ഇറാൻ പറയുന്നു. അതേസമയം ഇസ്രയേലിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, അവിടെ ജർമ്മൻ വിദേശകാര്യമന്ത്രി വെയ്റ്റ്ഫുൾ അവിടെ ഇസ്രയേൽ സന്ദർശനത്തിലായിരുന്നല്ലോ. അദ്ദേഹം ഈ സൈറണുകളൊക്കെ കേട്ട് ഇടയ്ക്ക് അദ്ദേഹത്തിന് ബങ്കറിലേക്ക് പോകേണ്ടി വന്നിരുന്നു. കുറച്ച് മണിക്കൂറുകൾ ജർമ്മൻ വിദേശകാര്യമന്ത്രി ഇസ്രയേലിലെ ഒരു ബങ്കറിലായിരുന്നു കഴിച്ചുകൂട്ടിയതെന്നുള്ള വാർത്ത.
അദ്ദേഹം വന്ന വിമാനം ഒഴിവാക്കിയിട്ട് കൂടുതൽ സുരക്ഷിതമായ മിലിറ്ററി ഫ്ലൈറ്റിലാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള യാത്ര ക്രമീകരിച്ചത് എന്നൊക്കെയുള്ള വാർത്തകളും അവിടെ നിന്ന് വരുന്നുണ്ട്. അതേസമയം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ട്രംപിന്റെ തള്ളുകളെയൊക്കെ അതെല്ലാം വെറും തള്ളുകളാണെന്ന് വ്യക്തമായും സൂചിപ്പിക്കുന്ന ഒരു വാർത്ത റോയിറ്റേഴ്സ് പുറത്തുവിടുന്നത്, ഈ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് അമേരിക്കൻ നേവി അറിയിച്ചുവെന്നാണ്. ഞങ്ങൾക്ക് എക്സ്പോർട്ട് പോകാൻ പറ്റില്ല എന്ന് അമേരിക്കൻ നേവി പറഞ്ഞു. അത് അതീവ അപകടകരമായ നീക്കമാണ് എന്ന് അമേരിക്കൻ നേവി പറഞ്ഞു എന്ന് റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതായത് ഒരു അമേരിക്കൻ കപ്പൽ അതുവഴി ഹോർമൂസ് വഴി കടന്നുപോയ ഒരു എണ്ണക്കപ്പലിന് എസ്കോർട്ട് പോയി എന്നുള്ള നിലയിലുള്ള ഒരു പോസ്റ്റായിരുന്നു. പക്ഷേ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് തന്നെ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്, അതായത് ഒരു കപ്പലിനും അമേരിക്കൻ നേവി എസ്കോർട്ട് പോയിട്ടില്ല, സൈന്യം എസ്കോർട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്ത, സ്പെയിൻ അവരുടെ ഇസ്രായേൽ അംബാസഡറിനെ സ്ഥിരമായി തന്നെ തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ്. അവരുടെ ഇനി എംബസി എന്ന് പറയുന്നത് ഒരു സംവിധാനമായിട്ടൊരു ഓഫീസായിട്ട് അവിടെ ഉണ്ടാകും എന്നുള്ള നിലയിലാണ്. എന്നാൽ ഒരു അംബാസഡർ, സ്പെയിനിന്റെ അംബാസഡർ ഇസ്രയേലിൽ ഉണ്ടാകില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇതിനൊക്കെ ഇടയിൽ അവിടെ കല്യാണം ഇവിടെ പാലുകാച്ച് എന്ന് പറയുന്ന നെതന്യാഹു തന്റെ 3 കേസുകളുമായി ബന്ധപ്പെട്ട്, അഴിമതി കേസ് അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നെതന്യാഹു അതിന്റെ വിചാരണയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മാപ്പ് ലഭിക്കുമോ എന്നുള്ള നിലയിലുള്ള നിയമപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേലിനെ ഞാനാണ് രക്ഷിക്കുന്നത്, നെതന്യാഹുവിനെ നിങ്ങൾ രക്ഷിക്കണം, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹുവിന് മാപ്പില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിലെ അവരുടെ പാർഡൻ ഡിപ്പാർട്ട്മെന്റ് നെതന്യാഹു മുന്നോട്ട് വെച്ച വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് വ്യക്തമായും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് മാപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് നെതന്യാഹു ഈ യുദ്ധമൊക്കെ ചെയ്താലും മിക്കവാറും മാപ്പ് കിട്ടാൻ സാധ്യതയില്ല, അവസാനം ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന സൂചനകൾ പുറത്തുവരുന്ന സമയം കൂടി. അതേസമയം കാലിഫോർണിയ അമേരിക്കയിലെ കാലിഫോർണിയയെ പറ്റി പറയുന്നത് ദ സേഫസ്റ്റ് ബിഗ് സിറ്റി ഇൻ അമേരിക്ക എന്നാണ്. അവിടെ 2 അമേരിക്കൻ ഇസ്രയേലികൾക്ക് നേരെ ഒരു ഹോട്ടലിൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അമേരിക്കൻ ഇസ്രയേലികൾക്ക് നേരെ അവിടെ 3 ചെറുപ്പക്കാർ ചേർന്ന് ആക്രമണം നടത്തി ക്രൂരമായി അവരെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള കാര്യമാണ്. ആ 3 ചെറുപ്പക്കാർ ഈ അമേരിക്കൻ ഇസ്രയേലികളോട് പറഞ്ഞുവെന്ന് എഫ് ചേർത്ത് ഇസ്രയേലിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ട് ഇറാനോട് കളിക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ ഈ മേഖലയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ 2026 വേൾഡ് കപ്പിൽ നിന്ന് ഇറാന്റെ ടീം പിന്മാറി എന്നുള്ള വാർത്തയാണ്. ഇറാൻ ക്വാളിഫൈ ചെയ്തിരുന്ന ടീമാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ഭീകര ഭരണകൂടത്തിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഭീകര ഭരണകൂടമാണ്, അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന്റെ ആതിഥേയത്വത്തിൽ, ട്രംപിന്റെ ആതിഥേയത്വത്തിൽ ഭാഗികമായിട്ടെങ്കിലും അങ്ങനെയുള്ള ഒരു വേൾഡ് കപ്പിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന്, ഇറാന്റെ ടീം പങ്കെടുക്കില്ല എന്ന് അവരുടെ കായിക മന്ത്രി തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നുള്ള വാർത്ത. അതേസമയം ഈ AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക വലിയ യുദ്ധതന്ത്രങ്ങൾ തീർക്കുമ്പോൾ ചൈനയുടെ ഒരു പ്രത്യേക സാങ്കേതികവിദ്യ, GPS പകരമായിട്ട് ചൈന വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്ന നിലയിലുള്ള വാർത്തകളും പുറത്തുവരുന്ന സമയമാണ്. ഇങ്ങനൊരു വലിയ ക്രൈസിസിലേക്ക് ലോകം പോകുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ധനവുമായി ബന്ധപ്പെട്ട, എണ്ണയുമായി ബന്ധപ്പെട്ട വലിയ ക്രൈസിസിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ എനർജി ഏജൻസി IEAയുടെ ഒരു പ്രഖ്യാപനം, അതിൽ നിന്ന് കീഴിൽ വരുന്ന 32 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് 400 മില്യൺ ബാരൽ അവരുടെ കരുതൽ ധനമായിട്ട് ഇന്ധനമായിട്ട് വെച്ചിരുന്ന 400 മില്യൺ ബാരൽ ഇങ്ങനെ അവർ റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. നേരത്തെ റഷ്യ-യുക്രൈൻ വാറിന്റെ പശ്ചാത്തലത്തിൽ 2022 ഇതിനു മുൻപ് അങ്ങനെ ഒരു നീക്കം നടന്നത്. അതുപോലെ ലെബനനിൽ നിന്ന് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. 7.5 ലക്ഷം പേർ ഇതിനകം കുടിയിറക്കപ്പെട്ടു എന്നാണ് ലെബനനിൽ നിന്ന് UN അണ്ടർ സെക്രട്ടറി, ലെബനനിൽ ഒരു സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് UN അണ്ടർ സെക്രട്ടറി ജനറൽ പറയുന്നത്. അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ അണ്ടർ സെക്രട്ടറിയാണ് ടോം ഫ്ലെച്ചർ. അദ്ദേഹം പറയുന്നു 7.5 ലക്ഷം പേർ അവിടെ കുടിയിറക്കപ്പെട്ടു എന്നുള്ള നിലയിലുള്ള ഒരു വാർത്തയാണ്. 570 പേരാണ് ലെബനനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഈ ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളിൽ. അതുപോലെ 1400 പേർക്ക് പരിക്കേറ്റു. സത്യത്തിൽ ഒരു ഭൂകമ്പമാണ് ലെബനനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അണ്ടർ സെക്രട്ടറി, UN അണ്ടർ സെക്രട്ടറി പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളോ മാനുഷികതയോ ഒന്നുമില്ലാത്ത ലോകത്ത് ഇതൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുക എന്ന് അദ്ദേഹം UN
സെക്യൂരിറ്റി കൗൺസിലിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്നാണ്. നേരത്തെ പറഞ്ഞ ഈ ഇറാൻ അമേരിക്കയുടെ AI പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഇറാൻ ചൈനയുടെ ബെയ്ദോ സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നാണ്, സാറ്റലൈറ്റ് നാവിഗേറ്റിംഗ് സിസ്റ്റം. അത് BDS എന്നാണ് ചുരുക്കപ്പേരിലാണ്, നമ്മുടെ GPS പോലെ BDS എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ പ്രിസൈസായ ആക്രമണങ്ങൾ ഇറാന് നടത്താൻ കഴിയുന്നതിന്റെ കാരണം ചൈനയുടെ ഈ ബെയ്ദോ സംവിധാനം ചൈന ഇറാന് കൊടുത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ അതായത് നേരിട്ട് യുദ്ധത്തിൽ ചൈനയും റഷ്യയും ഒക്കെ ഇപ്പോൾ ഉണ്ട് എന്നുള്ള നിലയിലുള്ള വ്യക്തതയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതേസമയം തന്നെ ഇന്നലെ രാത്രി ടെഹ്റാനിലെ മെഹ്റബാദ് എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായെന്ന് ആക്രമിക്കപ്പെട്ടുവെന്നും അവിടെ നിന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്ന കാര്യം മൊത്തത്തിൽ ഇറാനിൽ ഇതിനകം 10,000 സ്പോട്ടുകളിൽ ആക്രമണം ഉണ്ടായി, അതിൽ 1300 മരണം ഇതിനകം സ്ഥിരീകരിക്കുന്നുവെന്നുമാണ്. പകരമായി ഇറാൻ സൂപ്പർ ഹെവി കൊറാംഷർ മിസൈലുകൾ പുറത്തെടുത്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് എന്നാണ്. അതേസമയം പീറ്റ് ഹെക്സത്ത് പറഞ്ഞ മോസ്റ്റ് ഇന്റൻസ് ഡേ ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഈ 16 കപ്പലുകളൊക്കെ ആക്രമിച്ച് അമേരിക്ക തകർത്തിരിക്കുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ ഇന്റൻസ് ആയിട്ട് എന്താണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇറാനിൽ കരിമഴ പെയ്യുന്നു, കറുത്ത മഴ പെയ്യുന്നു എന്നൊരു വാർത്തയുണ്ട്. കാരണം അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്കൊക്കെ തീയിട്ട് അല്ലെങ്കിൽ എണ്ണ സംസ്കരണശാലകൾക്കൊക്കെ തീയിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം എന്ന നിലയിൽ കരിമഴ പെയ്യുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന വലിയ ഗൗരവതരമായ മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന്. അതുപോലെ സൗദിയിൽ നിന്ന് പ്രിൻസ് സുൽത്താൻ വ്യോമതാവളം എയർബേസ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ എയർബേസിലേക്ക് ഇന്നും ആക്രമണം ഉണ്ടായെന്ന്. ഖത്തറിൽ നിന്ന് അവർ വലിയ ഹൈ അലർട്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇന്നും നിരവധി തവണ ഖത്തറിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായി. UAE-യിൽ 26 ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. UAE-യിലെ റുവൈസ് എണ്ണ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചു എന്നുള്ള വാർത്ത. ബഹ്റൈനിൽ 4 വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഇന്ന് കേട്ടു എന്നുള്ള വാർത്ത. കുവൈറ്റിൽ 2 മിസൈലുകൾ കുവൈറ്റിലേക്ക് തൊടുത്തുവെന്ന് IRGC വ്യക്തമാക്കുന്നു. ദുബായ്ക്കടുത്തും അതുപോലെ ഹോർമൂസിലും, ദുബായ്ക്കടുത്ത് ഒരു കപ്പൽ, ഹോർമൂസിൽ 2 കപ്പലുകൾ, ഒന്ന് ഇസ്രയേലിന്റെ കപ്പലാണ്, ലൈബീരിയൻ പതാകയുള്ള ഇസ്രയേലിന്റെ കപ്പലാണ്. ഈ കപ്പലുകൾ തകർത്തു ആക്രമിച്ചു എന്ന് IRGC വ്യക്തമാക്കുന്ന സാഹചര്യം. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട്. അതായത് ഇറാഖി സൈനിക സ്ഥാപനങ്ങൾക്കും ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും സമീപം അമേരിക്കൻ നയതന്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ലോജിസ്റ്റിക്കൽ കേന്ദ്രം, ബാഗ്ദാദിലെ US നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. അതായത് ബാഗ്ദാദ്, ഇറാഖ് അടക്കം ജോർദാൻ അടക്കം ഈ മേഖലയിൽ ഉള്ള അമേരിക്കൻ താവളങ്ങളെ മുഴുവൻ ഇതിനകം തന്നെ ഭാഗികമായി പ്രവർത്തന രഹിതമാക്കാൻ കഴിയും ഇറാന്റെ ആക്രമണത്തിൽ. അതുതന്നെയാണ് അവർ ആദ്യത്തെ ഈ വേവുകളിൽ ഉദ്ദേശിച്ചത്, അതുതന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഞങ്ങളിപ്പോൾ ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് അബ്ബാസ് അരാഖ്ചി പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടുകളിൽ 37 വേവുകളിലൂടെ അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് ഇറാൻ ഇതിനകം നേടിയെടുത്തു. അമേരിക്കൻ താവളങ്ങളുടെയും അതുപോലെ ഇസ്രയേലിന്റെയും പ്രതിരോധിക്കാനുള്ള ശക്തിയെ കൃത്യമായിട്ടും അവർ തകർത്തു കഴിഞ്ഞു ഇതിനകം എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി ഈ മേഖലയിൽ നിന്ന് പറയേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നു.